Hi. The topic we are going to discuss today is integer linear programming, general integer linear programming, and general mixed integer linear programming problems. So we have a definition. Uh, a vector x belongs to En is called an integer vector if its components xi for all I from 1 to n are integers. അതായത് എക്സ് എന്നുള്ള വെക്ടറിൽ ഇപ്പോൾ x1 x2 എക്സെട്ര xn ഇതിലെ എല്ലാ xiകളും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് ആ വെക്ടറിന് ഇൻറ്റിജർ വെക്ടർ എന്ന് പറയാം. And it is called a mixed integer vector if some of these are integers. Okay, some of xi are integers. That is, if xi is integer for I belongs to j, where j is the subset of I 1 2 3 etc. up to n. മൊത്തത്തിൽ ഇല്ല, ചിലതൊക്കെ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ, ചില xiകൾ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമുക്കതിന് മിക്സഡ് ഇൻറ്റിജർ വെക്ടർ എന്ന് പറയാൻ പറ്റും. Okay. Okay, in matrix notation, we can express the general integer linear programming problem or MILP problem as follows. Minimize f of x is equal to cx subject to ax equal to b and x greater than or equal to 0 along with this condition. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഇസ് ആൻ ഇൻറ്റിജർ ഓർ എ മിക്സ്ഡ് ഇൻറ്റിജർ വെക്ടർ. അപ്പോൾ ഇതാണ് ജനറൽ എക്സിസ് ഇൻറ്റിജർ എന്ന് മാത്രമാണെങ്കിൽ ILP ആയിരിക്കും, മിക്സഡ് ഇൻറ്റിജർ വെക്ടർ എന്നാണെങ്കിൽ MILP ആയിരിക്കും. നമുക്കറിയാം ഇതിൽ ഞാൻ ഇതിൽ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് 5 6 7 8. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 8th കണ്ടീഷൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 8th കൺസ്ട്രെയിൻറ്റ്, അതായത് എക്സിസ് ഓർ മിക്സഡ് ഇൻറ്റിജർ വെക്ടർ എന്നുള്ളത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് LPP കിട്ടും. ഓക്കെ, ദി LPP റിലേറ്റഡ് ടു ദിസ് ILP ഓർ MILP. Okay, MLIP അല്ല MILP. Okay, MILP. Now next പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, if TF is the set of all feasible solutions of ILP or MILP, അതായത് ഇതിൻ്റെ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ TF എന്ന് സപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, മാത്രമല്ല SF already നമുക്കറിയാം, SF denote the set of all feasible solutions of the corresponding LPP. Okay, SF എന്ന് പറഞ്ഞാൽ corresponding LPP യുടെ set of all feasible solutions. TF എന്ന് പറഞ്ഞാൽ set of all feasible solutions of the MILP or ILP. Okay, അങ്ങനെയാണെങ്കിൽ എന്ത് വരും, നമുക്കെന്ത് പറയാൻ പറ്റും, TF is subset of SF എന്ന് പറയാൻ പറ്റും. കാരണം സബ്സെറ്റ് ഓർ ഈക്വൽ ടു SF എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൽ SF എന്ന് പറഞ്ഞാൽ ഇത് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്, ഇത്രയും കേസസ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൊരു എക്സ്ട്രാ കണ്ടീഷനും കൂടെ ഉണ്ട്, അപ്പോൾ കുറവായിരിക്കും. ഓക്കെ, ഇതിൻ്റെ നമ്പർ ഓഫ് എൻട്രീസിൻ്റെ എണ്ണം കുറവായിരിക്കും ഇതിലുണ്ടാകും. ഇതിലുള്ള ഇതും കൂടെ കൂട്ടി വരികയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ആക്ച്വലി ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഇത്ര സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, ഇത്ര ഇത് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടേഴ്സ്, കാരണം ഇതിൽ എക്സ് ഇൻറ്റിജർ ആണെന്നും കൂടെ ഉള്ള കേസ്, അല്ലെങ്കിൽ മിക്സഡ് ഇൻറ്റിജർ ആണെന്നുള്ള കേസും കൂടെ ഉണ്ട്. അപ്പോൾ ആ TF എന്തായിരിക്കും, സബ്സെറ്റ് ഓഫ് SF ആയിരിക്കും. ഓക്കെ, then now since SF, if it is non-empty, is a convex set and every point of TF is in SF. Okay, sorry, SF non-empty ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും, then the convex linear combination of the points TF is also in SF. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore the convex hull of TF എന്തായിരിക്കും, also subset of SF ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് TF subset of convex hull of TF subset of SF എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ. then so the നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ILP and MLP problems can be stated as follows. Minimize f of x equal to cx subject to x belongs to TF. X belongs to TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all feasible solution. TF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, TF is nothing but set of all feasible solutions of ILP or MILP. ഓക്കെ, ഇതിന് സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ ആണ് എന്ത് പറയുന്നത്, TF എന്ന് പറയുന്നത്. അതായത് ഇതായിരിക്കും നമുക്ക് എന്ത് പറയുന്നത്, ഓൾറെഡി നമുക്ക് അറിയുന്ന MILP അല്ലെങ്കിൽ. അപ്പോൾ ഇതിൽ ഇപ്പോൾ മിനിമൈസ് f of x ഇതിന് പകരം എന്ത് പറയുന്നത്, നമ്മൾ ഇത്രയും എഴുതുന്നതിന് പകരം ഈ 3 കേസും പറയുന്നതിന് പകരം എന്ത് പറയുന്നു,
ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളെ പറയുന്ന പേരാണ് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ILP അല്ലെങ്കിൽ MILP എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സാറ്റിസ്ഫൈസ് ദീസ് ത്രീ കണ്ടീഷൻസ്. എന്നത് ഇത് ഓക്കെ. പിന്നെ എക്സ് ബിലോങ്സ് ടു SF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ ആൻഡ് ദിസ് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, റിലേറ്റഡ് LPPയുടെ സൊല്യൂഷൻ, ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ILPനെ നമുക്ക് അല്ലെങ്കിൽ MILPനെ നമുക്ക് മിനിമൈസ് f(x)=cx വേർ x ബിലോങ്സ് ടു TF എന്ന് എഴുതാം. x ബിലോങ്സ് ടു TF എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്, അതാണ് എഴുതിയിട്ടുള്ളത്. x ബിലോങ്സ് ടു TF എന്ന് ഇവിടെ എഴുതാൻ പറ്റും. ഇനി നമ്പർ 10 എടുത്ത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കറസ്പോണ്ടിങ് LP പ്രോബ്ലം എന്ത് വരും? നമുക്ക് ഇതിലിങ്ങനെ എഴുതാൻ പറ്റും, മിനിമൈസ് f(x)=cx സബ്ജക്ട് ടു x ബിലോങ്സ് ടു SF എന്ന് എഴുതാൻ പറ്റും. അതായത് ലാസ്റ്റ് 8th കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കിയിട്ട് എന്നർത്ഥം. അതായത് എക്സ് ഇൻറ്റിജർ വെക്ടറോ മിക്സഡ് ഇൻറ്റിജർ വെക്ടറോ ആവണമെന്നില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് LP പ്രോബ്ലം ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് ഇനി ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു പ്രോബ്ലം കൂടെ നമ്മൾ എഴുതാണ്. മിനിമൈസ് f(x)=cx സബ്ജക്ട് ടു x ബിലോങ്സ് ടു ദി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് TF, പോയിന്റ്സ് ഓഫ് TF. ഓക്കെ, അതായത് അപ്പോൾ ഇത് കോൺവെക്സ്, അതായത് ഇത് കോൺവെക്സ് ഹൾ ഓഫ് TF. കോൺവെക്സ് ഹൾ ഓഫ് TF എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് പറയുമ്പോൾ ഇങ്ങനെ കുറേ കേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതായിരിക്കും നമ്മൾ SF എന്ന് പറഞ്ഞു അല്ലേ. SF നമുക്ക് ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സും പെടും. ഇതിൽ ഇൻഡിജേഴ്സ് മാത്രം വരുന്ന കേസുകൾ എന്താ പറയുക, ഇപ്പോൾ എന്തുണ്ടാവുള്ളൂ, TFൽ ഉണ്ടാവുന്നത് ഈ കേസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ രൂപത്തിൽ. അപ്പോൾ ഈ ഡോട്ട്സ് ഒക്കെ ഇപ്പോൾ TF ഡോട്ട്സിൻ്റെ കളക്ഷനാണ് എന്ത് പറയുന്നത്, TF എന്ന് പറയുന്നത്. SF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ പോയിന്റ്സും പെടും. സോ TF സബ്സെറ്റ് ഓഫ് SF നമുക്ക് കിട്ടും. അതുപോലെ തന്നെ TFൻ്റെ കോൺവെക്സ് ഹൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോട്ടുകളുടെ, ഇതിപ്പോൾ 2Dയിൽ ഞാൻ പറഞ്ഞതാണ്, എളുപ്പത്തിന് വേണ്ടി 2D പറയുന്നത്, ഈ ഡോട്ടുകളുടെ കോൺവെക്സ് ഹള്ളാണ്. അതായത് ഇതിൻ്റെ സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദീസ് പോയിന്റ്സ്. അപ്പോൾ അതെന്തായിരിക്കും, ഈ TF ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോറി, തിരിച്ച് എഴുതാൻ പറ്റും. TF സബ്സെറ്റ് ഓഫ് ദിസ് ഇങ്ങനെയുണ്ടായിരുന്നു. ഈ TF ഇങ്ങനെയല്ല, TF സബ്സെറ്റ് ഓഫ് കോൺവെക്സ് ഹൾ ഓഫ് TF സബ്സെറ്റ് ഓഫ് SF എഴുതാൻ പറ്റും. ഓക്കെ, ഈ നമ്പേഴ്സ് ഓർത്തിരിക്കുക, 10, 11 and 12. Okay, now we have a theorem. The first theorem, if an optimal solution of 11 exists, 11 എന്ന് പറഞ്ഞാൽ corresponding LPP. Okay, അപ്പോൾ അതിൻ്റെ optimal solution exist ചെയ്യുന്നുണ്ടെങ്കിൽ and TF is non-empty, TF non-empty ആണെങ്കിൽ, okay, then optimal solution of 10 and 12 exists. Also the optimal solution of 11 is a lower bound for the optimal solutions of 10 and 12. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് 11 എന്നുള്ള ഈ കറസ്പോണ്ടിങ് LPP റിലേറ്റഡ് LPPയുടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്താ പറയാം, ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെ ആയിരിക്കും 10ൻ്റെയും 12ൻ്റെയും, അതായത് ഈ മിക്സഡ് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിൻ്റെയും ഈ TF എന്നുള്ളതിന് പകരം കോൺവെക്സ് ഹൾ എടുത്തിട്ടുള്ള അതിൻ്റെയും സൊല്യൂഷൻ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11, അതായത് റിലേറ്റഡ് LPPയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും, മറ്റേ രണ്ടാമത്തിൻ്റെയും സൊല്യൂഷൻസിൻ്റെ ലോവർ ബൗണ്ട് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിന് പ്രൂഫ്, suppose that x0 is an optimal solution of 11. So I'm taking this. Okay, so this is 11. അതിൽ x0 എന്നുള്ളത് ഈ 11ൻ്റെ, ഇതാണ് 11, ഇത് 12, this is 10. ഓക്കെ, 11ൻ്റെ സൊല്യൂഷൻ ആണ് കറസ്പോണ്ടിങ് LP പ്രോബ്ലം 11, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ x0 ഒപ്റ്റിമൽ സൊല്യൂഷനാണ് സപ്പോസ് ചെയ്യാം. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മിനിമൈസ് ചെയ്യണം. സോ f(x0) എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(x) ഫോർ ഓൾ x ബിലോങ്സ് ടു SF. ഇവിടെ SF ആണ്.
ഓക്കെ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, അതിൽ ഇതിന് മിനിമൈസ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ എസ് എഫിലുള്ള പിന്നെ എക്സ് ആയിരിക്കും such that എഫ് ഓഫ് എക്സ് ഏറ്റവും മിനിമം ആയിരിക്കും വേണം. അതാണ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എസ് എഫ് നോട്ട്. ഓക്കെ, നൗ ലെറ്റ് വൈ ബിലോങ്സ് ടു ടി എഫ്. ടി എഫിൽ ഉള്ള ഒരു വെക്ടറാണ് വൈ എന്ന് സപ്പോസ് ചെയ്യുന്നു. ടി എഫ് നോൺ എം ടി ആണ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് വൈ ഉള്ള ഇതിലുണ്ടാവും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ വി ഹാവ് വൈ ബിലോങ്സ് ടു എസ് എഫ് ആയിരിക്കും, കാരണം ടി എഫ് സബ്സെറ്റ് ഓഫ് കോൺവെക്സ് ഉള്ള ഓഫ് ടി എഫ് സബ്സെറ്റ് ഓഫ് എസ് എഫ് ആണ്. അതുകൊണ്ട് വൈ ഇതിലുണ്ടെങ്കിൽ വൈ എസ് എഫിൽ ഉണ്ടാകും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് നോട്ട് ഇവിടെ ഓൾറെഡി നമ്മൾ നമ്മുടെ അസംഷൻ ഇതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറയാൻ പറ്റും, വൈ എസ് എഫിൽ ഉള്ളതുകൊണ്ട്. സോ ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ടി എഫ്. ഇതിലിപ്പോൾ ടി എഫിൽ ഏതൊരു വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. സോ എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ടി എഫ് എന്ന് പറയാൻ പറ്റും. അതായത് എഫ് ഓഫ് വൈ ഹാസ് എ ലോവർ ബൗണ്ട്, ആ ലോവർ ബൗണ്ട് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് വൈയുടെ ലോവർ ബൗണ്ട് ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ പിന്നെ 10 ഹാസ് എ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. 10 എന്ന് പറഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവും, ഇതിന് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ടി എഫിലുള്ളതല്ല. ക്ലിയർ? ദെൻ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12ലും സൊല്യൂഷൻ ഉണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് 12 ഹാസ് എ ഒപ്റ്റിമൽ സൊല്യൂഷൻ. സെയിം മെത്തേഡ്, ഇത്രയുള്ള പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് ഓൾറെഡി നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ദെൻ വൈ ബിലോങ്സ് ടു കോൺവെക്സ് എൽ ഓഫ് ടി എഫ് ആണെങ്കിൽ നമുക്കറിയാം കോൺവെക്സ് എൽ ഇതിലുണ്ടെങ്കിൽ വൈ ഇതിലുണ്ടാവും, നേരെ തിരിച്ച് ചെയ്താൽ മതി. ഓക്കെ, സെയിം നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. വൈ ബിലോങ്സ് ടു ദിസ് സിംപ്ലൈസ് വൈ ബിലോങ്സ് ടു എസ് എഫ് ഓൾസോ. സോ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ എഫ് ഓഫ് എന്ന് കൊണ്ട് എഴുതിയിട്ട് പോകാം. ഓക്കെ, സിമിലർ പ്രൂഫൈൽ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് തിയറം പറയുന്നത് തിയറം 2. if an optimal solution of 11 is an integer or a mixed integer vector. അപ്പോൾ 11 എന്നല്ല, 11 നമ്മൾ ഞാൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 11 12 ഒക്കെ. അപ്പോൾ 11 എന്നുള്ളതിൻ്റെ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. 11ൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നുള്ളത് എക്സ് നോട്ട് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 ആണ്. മാത്രമല്ല അങ്ങനെ അതിൽ ഒരു ഇൻറ്റിജറോ അല്ലെങ്കിൽ മിക്സഡ് ഇൻറ്റിജർ വെക്ടറോ ആണെങ്കിൽ then it is also an optimal solution of 10 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 11ൻ്റെ സൊല്യൂഷൻ എക്സ് അത് ഫുള്ളി ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും, അത് ഇതിൻ്റെയും കൂടി ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. ഇനി മിക്സഡ് ഇൻറ്റിജർ വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. പ്രൂഫായിട്ട് സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11. ഓക്കെ, ആൻഡ് സാറ്റിസ്ഫൈയിങ് 8. അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 എന്ന് പറയുമ്പോൾ മാത്രമല്ല അത് മിക്സഡ് ഇൻറ്റിജേഴ്സും കൂടെ ആണ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ് ആണ് എന്നുള്ളതാണ് അടുത്ത കേസ്. നമുക്ക് ഗിവൺ കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 ആൻഡ് ഈസ് ആൻ ഇൻറ്റിജർ ഓർ എ മിക്സ്ഡ് ഇൻറ്റിജർ വെക്ടർ. അപ്പോൾ അതാണ് 8 എന്ന് പറയുന്നത്. സോ സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 സാറ്റിസ്ഫൈയിങ് 8. അതായത് എക്സ് എന്നുള്ളത് മിക്സഡ് ഇൻറ്റിജറോ അല്ലെങ്കിൽ ഇൻറ്റിജർ വെക്ടറോ ആണെന്ന് സപ്പോസ് ചെയ്യാം. സോ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എസ് എഫ്. ഓക്കെ, ദെൻ എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ് ആൻഡ് സോ ടി എഫ് ഈസ് നോൺ എംപ്റ്റി. ഉറപ്പാണല്ലോ. ഓക്കെ, എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് ദെൻ എക്സ് നോട്ട് എന്തായിരിക്കും ടി എഫിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. കാരണം സാറ്റിസ്ഫൈയിങ് 8 എന്ന് പറയുമ്പോൾ ദെൻ എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ് ആൻഡ് സോ ടി എഫ് ഈസ് ഓൾസോ ടി എഫ് ഈസ് നോൺ എംപ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. So now to show that x naught is an optimal solution of 10. Okay, already നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ള x naught optimal solution of 11 എന്നാണ്. നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം, 10ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. if possible suppose that x naught is not an optimal solution of 10 നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഓക്കെ, 10ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്ന് നമ്മൾ സപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ബൈ തിയറം 1 കഴിഞ്ഞ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, 10ന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സ് നോട്ട് ഓൾറെഡി 11ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് നമ്മൾ സപ്പോസ് ചെയ്തു. നൗ ടു ഷോ ദാറ്റ് എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പക്ഷേ നമുക്ക് കഴിഞ്ഞ തിയറം എന്തായിരുന്നു, 11ൻ്റെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10നും ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇതാണ് എന്ന് പറഞ്ഞിട്ടില്ല, 10നും ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും,
നമ്മൾ അത് സപ്പോസ് ചെയ്തു ഈ 11ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ടുള്ള എക്സ് നോട്ട് 10ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്ന് സപ്പോസ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കണം. പക്ഷെ നമുക്ക് എക്സ് നോട്ട് എന്നുള്ളത് 11ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ബൈ ദി പ്രീവിയസ് തിയറം അല്ലെങ്കിൽ തിയറം 1 വി ഹാവ് 10 ഹാസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞത് 11 ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 10ന് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട് എന്നാണ് കഴിഞ്ഞ തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് 10ന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ട് നമുക്കറിയാം. അത് എക്സ് നോട്ട് തന്നെ ആവണമെന്നില്ല. ഓക്കെ, അത് y ആണ് സപ്പോസ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി y. ദെൻ y ബിലോങ്സ് ടു ടി എഫ് ആയിരിക്കും. എഫ് ഓഫ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ടും ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്, എഫ് ഓഫ് വൈ ഒപ്റ്റിമൽ സൊല്യൂഷൻ, y ഇസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 11 10 ആണ്. ഓക്കെ, 10 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കണം, അത് ടി എഫിൽ ഉണ്ടാവും വേണം. എഫ് ഓഫ് ദാറ്റ് വാല്യൂ ഇസ് ലെസ് ദാൻ എനി അതർ ഫംഗ്ഷൻ വാല്യൂസ്. ഓക്കെ, സോ y എന്നാണ് ആ വാല്യൂ എന്നുണ്ടെങ്കിൽ എഫ് y ബിലോങ്സ് ടു ടി എഫ് ആൻഡ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടും. ഓക്കെ, ദെൻ now since tf subset of sf, we have y belongs to tf implies y belongs to sf നോട്ട്. y tf ൽ ആയതുകൊണ്ട് തന്നെ y sf ൽ ഉണ്ടാവും. ആൾസോ x നോട്ട് എവിടെ ഉള്ളത് തന്നെയാണ്, sf ൽ ഉള്ളതാണ്. അപ്പോൾ then it is a contradiction. ഇതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രഡിക്ഷൻ ആവും. ഓക്കെ, സിൻസ് x നോട്ട് is an optimal solution of 11 ആയതുകൊണ്ട് f of x നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ f of y ലെസ് ദാൻ f of x നോട്ട് പറയാൻ പറ്റില്ല. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. x നോട്ട് 11ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട്. ഓക്കെ, കാരണം ഇവിടെ എക്സ് നോട്ട് എസ് എഫിലുള്ളതാണ്. അപ്പോൾ എക്സ് നോട്ട് വൈയും എസ് എഫിൽ കിട്ടിയിട്ടുണ്ട്. എക്സ് നോട്ട് 11ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് കിട്ടണം. ബിക്കോസ് വൈ ബിലോങ്സ് ടു എസ് എഫ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ കിട്ടണം. ദിസ് ഇസ് ഫോർ ഓൾ വൈ ബിലോങ്സ് ടു എസ് എഫ് എന്നുണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇത് റോങ് ആണെന്ന് പറയാൻ പറ്റില്ല. എഫ് ഓഫ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് കോൺട്രഡിക്ഷൻ. സോ എക്സ് നോട്ട് ഈസ് ആൾസോ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. നമ്മൾ ഇവിടെ എടുത്തത് തെറ്റാണെന്ന് അർത്ഥം. നമ്മൾ സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ഈസ് നോട്ട് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നുള്ളത് റോങ് ആണ്. സോ എക്സ് നോട്ട് ഈസ് ആൾസോ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10 എന്ന പ്രൂഫ്. നൗ നെക്സ്റ്റ് തിയറം, തിയറം 3. തിയറം 3 പറയുന്നത് an optimal solution of 10, an optimal solution of 10 is an optimal solution of 12. ഇതിൽ 11 നമുക്ക് ആവശ്യമില്ല. 10ന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നുള്ള എന്താണ്, 11ന്റെയും ഒപ്റ്റിമൽ 12ന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞത്. ഇതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇതിന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് തിരിച്ചും. കോൺവേഴ്സ്ലി an optimal solution of 12 is an optimal solution of 10 itself. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 10ഉം 11 ഓർത്തിരിക്കുക. ഈ ടി എഫിന്റെ കോൺവെക്സ് ഹള്ളാണ് ഈ ടി എഫ്. ഓക്കെ, സോ പ്രൂഫ് ആയിട്ട് നമുക്ക് സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ടി എഫ് ഈസ് എൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10 എന്ന് വിചാരിക്കുക. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ടി എക്സ്. ഓക്കെ, മിനിമം ആയിരിക്കും എഫ് ഓഫ് എക്സ് നോട്ടിൽ. സോ ഇത് നമുക്ക് ഗിവൺ ആണ്. നൗ ലെറ്റ് വൈ ബി എ പോയിന്റ് ഇൻ ടി എഫ്. ഓക്കെ, ദെൻ വൈ ഇസ് എ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ഹൾ ഓഫ് ദി പോയിന്റ്സ് ഓഫ് ടി എഫ് ആണ്, അല്ലെങ്കിൽ കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ്. അപ്പോൾ ഇതിലെന്തായിരിക്കും, ടി എഫിലെ പോയിന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. So y is a convex linear combination of some points xi. അപ്പോൾ y ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും കുറച്ച് പോയിന്റ്സുകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും y എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മൾ ലെറ്റ് ഇറ്റ് ബി xi. ഈ xi എന്നാണ് നമ്മുടെ ആ വാല്യൂസ് ആയിരിക്കുക xi. അപ്പോൾ അതുകൊണ്ട് y നെ എങ്ങനെ എഴുതാൻ പറ്റും, ഈ xiകളുടെ x1 x2 etc xrകളുടെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇങ്ങനെ എഴുതാം. Y equal to summation I from 1 to r lambda I xi where lambda I greater than 0 and summation over lambda over I lambda I equal to 1. Okay, convex linear combination ആക്കി ചെയ്യാൻ പറ്റും. Since x naught belongs to tf, x naught tf ആയതുകൊണ്ട് we have x naught belongs to tf എന്ന് പറയാൻ പറ്റും. കാരണം tf is subset of tf ആണ്, which is subset of sf നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ ഇതിലാണെന്ന് പറയാൻ പറ്റും. Now let y be different from x naught and if possible f of y less than f of x naught suppose ചെയ്യാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 12 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത് എക്സ് നോട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10 ആണെന്നാണ് സപ്പോസ് ചെയ്തിട്ടുള്ളത്. വി നോട്ട് നീഡ് ടു പ്രൂവ് ദാറ്റ് എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 12. അപ്പോൾ അതായത് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ എഫ് ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമ്മൾ അതെല്ലാം വിചാരിക്കുക y എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് y എന്നുള്ളത് എക്സ് നോട്ട് അല്ലാത്തൊരു പോയിൻ്റാണ്. മാത്രമല്ല ഇഫ് പോസിബിൾ എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് സപ്പോസ് ചെയ്തു. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതല്ലേ എഫ് ഓഫ് സമ്മേഷൻ ലാംഡ ഐ ഫ്രം 1 to r ലാംഡ ഐ എക്സ് ഐ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. നൗ എഫ് ഓഫ് എക്സ് ലീനിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ 1 x1 പ്ലസ് ലാംഡ 2 x2 പ്ലസ് എക്സെട്ര ഓഫ് എഫ് ഓഫ് ലാംഡ 1 x1 പ്ലസ് എക്സെട്ര. സോ അതിനെ ലാംഡ 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര ലാംഡ ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആർ എഴുതാം. സോ ദിസ് ഇസ് സമ്മേഷൻ ഐ ഫ്രം 1 to r ലാംഡ ഐ എഫ് ഓഫ് എക്സ് ഐ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് എഴുതാൻ പറ്റും. ഓക്കെ, എഫ് ഓഫ് എക്സ് ലീനിയർ ആയതുകൊണ്ട്. നൗ നമുക്ക് അറിയാം ഇതിൽ ഞാനിവിടെ റീപ്ലേസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഐ, എഫ് ഓഫ് എക്സ് വൺ, എഫ് ഓഫ് എക്സ് ടു എക്സെട്ര എഫ് ഓഫ് എക്സ് ആർ ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ എടുത്തു, അതാണ് എഫ് ഓഫ് കെ എന്ന് വിചാരിച്ചു. ഓക്കെ, എഫ് ഓഫ് എക്സ് കെ. എഫ് ഓഫ് എക്സ് കെ എന്നുള്ളത് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഐ ഓവർ ഐ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ, എഫ് ഓഫ് എക്സ് ടു എക്സെട്ര ഇതിലെ ഏറ്റവും എക്സ് ആർ ഏറ്റവും മിനിമം ആണ്. മിനിമം ഓഫ് ദിസ് ഇത് നമ്മൾ എഫ് ഓഫ് എക്സ് കെ എന്ന് സപ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഇത് സാറ്റിസ്ഫൈ ചെയ്ത് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് കെ ഇസ് ഇൻറ്റു സമ്മേഷൻ ഐ ഫ്രം 1 to r ലാംഡ ഐ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് കെ എന്ന് എഴുതാൻ പറ്റും. ദെർഫോർ നമുക്ക് സമ്മേഷൻ ഐ ഫ്രം 1 to r ലാംഡ ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഓൾറെഡി നമുക്കറിയാം. സോ എഫ് ഓഫ് എക്സ് കെ ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് എഴുതാൻ പറ്റും, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കെ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കാരണം എന്താ? എഫ് ഓഫ് എക്സ് കെ ബിലോങ്സ് ടു ടി എഫ് ആണ്. അപ്പോൾ കോൺട്രഡിക്ഷൻ ആയിരിക്കും. സോ അത് റോങ് ആണെന്ന് അർത്ഥം. സോ എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എടുക്കാം. നമ്മൾ തന്നെ ഇത് സപ്പോസ് ചെയ്തപ്പോഴാണ് കിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാണെന്ന് അർത്ഥം. സോ എഫ് ഓഫ് എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. സോറി, എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഓക്കെ, ഫോർ എവരി വൈ ബിലോങ്സ് ടു കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? എക്സ് നോട്ട് ഇസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 12 എന്ന് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ കോൺവെക്സ്ലി സപ്പോസ് ദാറ്റ് എക്സ് നോട്ട് ഇസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 12ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് എക്സ് നോട്ട് സപ്പോസ് ചെയ്യാം. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് എന്തായിരിക്കും? ഇസ് എ വേർട്ടെക്സ് ഓഫ് ടി എഫ് ആയിരിക്കും. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും? വേർട്ടെക്സിലായിരിക്കും ഉണ്ടാവുക നമുക്കറിയാം. സോ എക്സ് നോട്ട് എന്തായിരിക്കും? വേർട്ടെക്സ് ഓഫ് ടി എഫ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എക്സ് നോട്ട് 12ൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ പിന്നീട് പ്രൂവ് ദാറ്റ് എക്സ് നോട്ട് ഈസ് എ സൊല്യൂഷൻ ഓഫ് 10. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 12 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അത് എക്സ് നോട്ട് എന്നുള്ളൊരു വേർട്ടെക്സ് ഓഫ് ടി എഫ് ആയിരിക്കും. ആൻഡ് ഫോർ എക്സ് നോട്ട് എന്തായിരിക്കും? ടി എഫിലായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. കാരണം ടി എഫ് എന്ന് പറഞ്ഞാൽ ആ വെർട്ടിസസ് ആണ്. ടി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷൻ ആണ് എന്ത് വരുന്നത്? ഈ ടി എഫ് വരുന്നത്, കോൺവെക്സ് ഹള്ളിൽ വരുന്നത്. അപ്പോൾ ആ വെർട്ടെക്സ് നമ്മൾ ഇതിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടി എഫിൽ ഉണ്ടാവും എന്നർത്ഥം. സോ ലെറ്റ് എക്സ് ബി എനി അതർ പോയിന്റ് ഇൻ ടി എഫ്. അങ്ങനെയെങ്കിൽ അത് അപ്പോൾ ഈ ടി എഫിലുള്ള എല്ലാ പോയിന്റും എന്തുണ്ടാവും? അതിൻ്റെ കോൺവെക്സ് ഹള്ളിൽ ഉണ്ടാവും. സോ എക്സ് ബിലോങ്സ് ടു കോൺവെക്സ് ഹൾ ഓഫ് ടി എഫ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബൈ ദിസ്. സോ it is true for all x belongs to f t f ആണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ടി എഫ് എന്ന് പറ്റും. സോ എന്താ പറയാം? എക്സ് നോട്ട് ഈസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് 10 നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ILP ആൻഡ് MILP നമുക്ക് നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.